നമ്മുടെയൊക്കെ ഞാനിങ്ങനെ അത്ര ഇമോഷണലി കണക്ട് ആവുന്നൊരു സംഭവമാണ് ആ ഒരു ഫ്ലൂട്ടിന്റെ ഇത് വരുമ്പോൾ. അതെ, വാഴ വണ്ണില് ഒബ്വിയസ്ലി മറ്റേ ഫാദർ ആൻഡ് സൺ BGM അതാണ് അത്യാവശ്യം റീൽസിലും എല്ലായിടത്തും ഹിറ്റായത്. തിയേറ്ററിൽ നമ്മൾ അവിടെ പോയിരുന്നത് നമ്മൾ ലൈവായിട്ട് കേൾക്കുമ്പോൾ ഒരു ഫീല് സോനു നിഗം സാറിന്റെ ഒരു പാട്ടില് പ്ലേ ചെയ്യാനൊരു ഇത് കിട്ടി. പഞ്ചാബി ലാംഗ്വേജിലാണ് പാട്ട്. അപ്പൊ അതില് പ്ലേ ചെയ്യാൻ പറ്റി. കൊറേ പഞ്ചാബി പടങ്ങള് വായിച്ചായിരുന്നു ഇപ്പൊ നിലവില്. സിംഗേഴ്സ് യൂസ് ചെയ്ത് പാടുന്നതും ആ ഒരു ഡയഫ്രം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വോക്കൽ കോഡ് ഈ സെയിം ഇത് തന്നെ ഇതില് മാജിക്ക് തീർത്ത ഫ്ലോട്ടിസ്റ്റ് ആണ് ഇന്ന് എന്റെ കൂടെ ക്ലബ് FM-ൽ സുബിൻ ജേഴ്സൺ. വെൽക്കം ടു ക്ലബ് FM. എത്രാമത്തെ വയസ്സ് തൊട്ടാ ഇതിലേക്ക് വരുന്നേ, ഫ്ലൂട്ട് എന്നൊരു ആ ഒരു ഇതിലേക്ക് വരുന്നേ? ഫസ്റ്റ് ഡ്രംസാ പഠിക്കുന്നത്. തുടങ്ങുന്നത് തുടങ്ങി അതിൽ നിന്നാണ് പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു മെലഡി ഇൻസ്ട്രുമെന്റിലോട്ട് പോവാന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഫ്ലൂട്ടിലോട്ട് തിരിഞ്ഞത്. അപ്പൊ ഡ്രംസ് വിട്ട് 4 കൊല്ലം പഠിച്ചായിരുന്നു. 4 കൊല്ലം പഠിച്ചു അല്ലേ? അതെ അതെ, സജീവൻ സാറിന് സാറാണ് പഠിപ്പിച്ചത്. അപ്പം എല്ലാം നല്ലൊരു ബേസ്. എനിക്ക് ഡിഗ്രി എടുത്തത് ഞാൻ മറ്റേ ഇഗ്നോ യൂണിവേഴ്സിറ്റി, ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുത്തു. ടൈമിന് ഇതിനു വേണ്ടിയിട്ട് കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ എന്റെ ഡാഡി മ്യൂസിഷ്യനാണ്, ആള് ഗിറ്റാറിസ്റ്റ് ആണ്. യേശുദാസിന്റെ കൂടെ 12 years ആയിട്ട് ലൈവ് പെർഫോം ചെയ്യാം ക്രോസ് ഗ്ലോബ്. അതെ അതെ. അപ്പൊ ആ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് അപ്പ കൊറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനിഷ്യലി. അപ്പം അങ്ങനെയാണ്. അടിപൊളി അടിപൊളി. എന്തുകൊണ്ടാണ് ഈ ഫ്ലൂട്ടിൽ നിന്നത്? അതായത് ഡ്രംസ് പഠിച്ചു എന്ന് പറഞ്ഞു, അതിന് ശേഷം ഇതിലെത്തി. ഇനി ബാക്കി ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ഇതിനോടൊരു ഇത്രയും ഇഷ്ടം തോന്നാൻ? നവീൻ കുമാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ നമ്മുടെയൊക്കെ ഒരു ഗുരുവില്യ എന്ന് പറയണ പോലെ പുള്ളി റഹ്മാൻ ഫ്ലോട്ടിസ്റ്റ്, ബോംബെയിലൊക്കെ വായിച്ചേക്കുന്ന സാറിന്റെ പ്ലേയിങ് ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ തുടക്കമേ ഇതിലേക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും വരണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പൊ അതില് അങ്ങനെ ആഗ്രഹിച്ചുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ നമ്മുടെ വാഴ 2 തൊട്ട് പള്ളിച്ചട്ടം വരെ എത്തി നിൽക്കുവാണ്. അതൊക്കെ അടിപൊളിയല്ലേ? ഇപ്പൊ വാഴ 2-ല് എനിക്കൊന്ന് വിപിൻ ദാസും ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും പറയേണ്ടി വരിക. ജയ 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 ഹേ വാഴ 1-ലുണ്ട്, വാഴ 2-ലുണ്ട്, ജയ ജയ ഹേലുണ്ട്, ഗുരുവായൂർ അമ്പല നടയിലുണ്ട്. അപ്പൊ ഇതിലൊക്കെ വിപിൻ ദാസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? കണക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്കിത് മേനോൻ ത്രൂ തന്നെയാണ്. അതായത് അങ്കിത് ബ്രോന്റെ അവിടെ സ്പേസിൽ പോകുമ്പം എപ്പോഴും വിപിൻ ദാസ് പുള്ളി ഉണ്ടാവും അവിടെ ഫസ്റ്റ്. അതായത് ജയഹേ തൊട്ട് ഞാൻ അവിടെ നിന്നാണ് വിപിൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്ന് തൊട്ട് ഇപ്പം ഇവിടെ വാഴ 2 വരെ ആള് ഒപ്പമുണ്ട്. പക്ഷെ വാഴ 2 ആൾക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ പ്രിവ്യൂല് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വാഴ 2-ന്റെ പത്മയിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ചേട്ടനെ കാണുന്ന. അപ്പൊ ബിബിൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റിന് വരാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. പുള്ളി ആ ഒരു സെഷൻ എപ്പോഴും പുള്ളി എല്ലാ രീതിയിലും പുള്ളി പ്രാധാന്യം കൊടുക്കും. എല്ലാത്തിലും പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അതെ, ഞാൻ കണ്ടു. കാരണം ഇപ്പം സുബിൻ ഇട്ട കുറച്ച് ഫോട്ടോസിലൊക്കെ ആണെങ്കിലും ബിബിൻ അവിടെ തന്നെ ആള് ഇപ്പം റെഗുലർലി ആള് മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സപ്പോർട്ടീവ് ആണ്. അങ്ങനെയാണ് അവരായിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത്. വാഴ 2-ൽ എത്തി നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? ആക്ച്വലി അതിൽ വായിച്ച ഒരു പോർഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെയൊക്കെ ഞാനിങ്ങനെ അത്ര ഇമോഷണലി കണക്ട് ആവുന്നൊരു സംഭവമാണ് ആ ഒരു ഫ്ലൂട്ടിന്റെ ഇത് വരുമ്പോ. അതിലേക്ക് എത്തിയ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു ആ യാത്ര? അതിലേക്ക് എത്തിയതെന്ന് വെച്ചാല് ഇപ്പം വാഴ 1-ല് ഒബ്വിയസ്ലി മറ്റേ ഫാദർ ആൻഡ് സൺ BGM അതാണ് അത്യാവശ്യം റീൽസിലും എല്ലായിടത്തും ഹിറ്റായത്. അപ്പം ഇത് ആദ്യമേ ഇങ്ങനെ വന്ന് സെൽഫ് പ്രൊമോഷൻ ആണല്ലോ എപ്പോഴും വായിച്ചു പോകുന്നല്ലാണ്ട് നമ്മളൊക്കെ അണിയറ പ്രവർത്തകരായോണ്ട് അറിയാനുള്ളൊരു കുറവുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ തന്നെ നമ്മള് തന്നെ പ്രൊമോട്ട് ചെയ്യും. അതെ, അങ്ങനെ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സ് ത്രൂ, പിന്നെ ഫ്രണ്ട്സ് തന്നെ ടാഗ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ത്രൂ അങ്ങനെയും വന്നു. അപ്പൊ ഇങ്ങനെ അറിഞ്ഞ് കുറച്ചു പേര് ഈ ക്രെഡിറ്റ്സ് നോക്കി നമ്മളെ റിപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഫിലിമിന്റെ ക്രെഡിറ്റ്സ്. അപ്പൊ അതും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് അവരും
മെസ്സേജ് അയക്കുക. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ആ. എനിക്ക് കിട്ടിയേക്കണ ഇപ്പൊ വാഴ 2-നാണ് പ്രസന്റ്ലി. ആ, അതായത് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ അതെ. പക്ഷെ അല്ലേ? ഒത്തിരി സിനിമകള് recognized ആയിട്ട് അതായത് പേര് എത്തിയത് ആ ഈ ഒരു വർക്കിലാണ്. ആ, അത് ഞാൻ കണ്ടു. കാരണം സുബിന്റെ ഓരോ ദിവസത്തെ സ്റ്റോറി കാണുമ്പോൾ മനസ്സിലാവും. ആ, ഇപ്പം 2 ദിവസം മുന്നേ എനിക്ക് മുംബൈന്ന് ഒരാള് അവിടുത്തെ ഫിലിം മേക്കറാണ്. ആള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ആ, അതായത് എനിക്കത് കേട്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയി. ഭയങ്കര ലൈഫിലെ ഏറ്റവും ഉം, ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഭയങ്കര അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് വന്നായിരുന്നു. ആ, അപ്പൊ ശരി. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? കാരണം അത് നമ്മളെ സംബന്ധിച്ച് പിന്നെ വലിയൊരു അതെ, അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണല്ലോ. അപ്പൊ ഉം, അത് അങ്ങനെ സത്യം. നമുക്ക് അത് വായിച്ചാലോ? ഷുവർ ഷുവർ. ഇതാണോ? ബാക്കിയും കൂടെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ബാക്കിയും കൂടെ ഉണ്ടായിരുന്നില്ലേ? ബാക്കിയുണ്ട് ആ പാട്ടിന്റെ ഒപ്പം അങ്ങനെ അങ്ങനെ ഇത് 2 ഫ്ലൂട്ടിലായിട്ടാണ് ഇത് പ്ലേ ചെയ്തേക്കുന്നത്. ആ ആ ആ ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഉണ്ട്. റെക്കോർഡിംഗ് വായിച്ചു വിടും. ഓ, ലൈവില് വരുമ്പോ അത് ഇച്ചിരി രണ്ടിലായിട്ട്. ഓ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഒന്ന് വാഴ 1-ലെയോ ആ അത് sure. അത് അത് വായിച്ചാലോ? അത് ഉം. ഇപ്പൊ വിദ്യാജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ ഫ്ലൂട്ടിസ്റ്റും എന്ന് പറയുന്നത് ഓരോ സിംഗറാണ്. ശരിയാണോ? ഓൾമോസ്റ്റ്. കാരണം വെച്ചാല് ഇപ്പം സെയിം ഇത് തന്നെയാണ്. ഇപ്പം സിംഗേഴ്സ് യൂസ് ചെയ്ത് പാടുന്നതും ആ ഒരു ഡയഫ്രം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വോക്കൽ കോഡ് ഉം, ഈ സെയിം ഇത് തന്നെ ഇതില്. പക്ഷെ വരുന്നത് നോട്ട്സ് വരുന്നത് നമ്മള് ആ ഈ കയ്യില്. ഹോൾസില് ത്രൂ ഇത് ഉം, വൈബ്രേറ്റ് ചെയ്ത് ഉം, ഉം. അങ്ങനെയാണെന്നുള്ളു. ആ ഒരു വ്യത്യാസം മാത്രം. മാജിക് തന്നെ. ഒരുപാട് കവർ സോങ്ങുകളൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്നു. അതെ. എനിക്ക് തോന്നുന്നു സുബിനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ കവർ സോങ് ഒരുപാട് ഒരുപാടല്ലേ? ഇനിഷ്യൽ ഡേയ്സിൽ നമുക്ക് ആ, കുറച്ചൊരു നാലാളെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കവർ covers സോങ് ചെയ്യണമായിരുന്നു. അതെ അതെ ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു. ഇപ്പൊ അതിന്റെ ട്രെൻഡ് കുറഞ്ഞു വരുന്നുണ്ടോ? കുറഞ്ഞു വരുന്നു. ഇല്ല ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം കവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉം, ആക്സസ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഉം, റീൽസ് ആയിട്ട്. ഉം. എപ്പോഴും ചെയ്യുന്നുണ്ട് എല്ലാവരും. ആണല്ലേ? അതെ ശരിക്കും വാഴ 2 സിനിമയിൽ ചെയ്തു, അതെ അതുപോലെ തന്നെ പള്ളിച്ചട്ടമ്പി ചെയ്തു എന്ന് അതെ. പറഞ്ഞു. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഫ്ലൂട്ട് വായിക്കുന്ന ആദ്യത്തെ എൻട്രി എവിടെയായിരുന്നു? ഫസ്റ്റ് ഉള്ളത് വായിച്ചത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ഓക്കെ. ഡോൺ വിൻസെന്റ് എന്ന് പറഞ്ഞിട്ട്. ആഹാ, ഓക്കെ. റീസെന്റ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ കിട്ടിയത്. സത്യത്തില് അത് പ്ലേ ചെയ്യുമ്പം ആ, ഡോൺ ചേട്ടൻ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട്, വരുവോ സുബിൻ വരുവോ, ഉം, അപ്പം പനമ്പള്ളി ഇവിടെ അടുത്ത്. ഉം, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട് വന്ന് പ്ലേ ചെയ്യും. അപ്പം ഓക്കെ നമ്മള് ആദ്യമായിട്ട് വിളിക്കണമല്ലോ ഒരാൾ. ഉം, അപ്പം അങ്ങനെ അവിടെ ചെന്ന് അത് വായിച്ചു. അപ്പം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പം ഒന്നല്ലേ ചിലപ്പം ചിലതിൽ ഫിലിം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഉം. ചിലതിൽ ഉണ്ടാവില്ല. റീൽ 1 റീൽ 2 അങ്ങനെ ആയിരിക്കും മോസ്റ്റ്ലി ഓ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പം. ഓക്കെ. ഓരോരോ റീൽ വൈസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം റീലല്ല, അല്ലാതെയുള്ള റീല്. ഓക്കെ. അപ്പൊ ഏത് സിനിമ എന്നറിയില്ലായിരുന്നു. സിനിമ ഒന്നും പറഞ്ഞുകൂടാ. ഞാൻ പിന്നെ ഫസ്റ്റ് പടം വേണ്ടി കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. അത് ശരി. അപ്പം ആ, ഇതിങ്ങനെ പിന്നെ റാൻഡമായിട്ട് ഞങ്ങൾ വീട്ടുകാരിങ്ങനെ ഇടക്ക് ഫിലിമിന് പോകും, ഞാനും അപ്പയമ്മയും ഓക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പം ഞങ്ങളിങ്ങനെ പടം കണ്ട് ടുവേർഡ്സ് ഒരു എൻഡൊക്കെ ആയപ്പം ആ, ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കേൾക്കുമ്പോ നല്ല പരിചയമുള്ള എവിടെയോ പ്ലേ ഞാനിത് എവിടെയോ പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഇത് കേട്ട് നല്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പ്ലേ ചെയ്ത. അപ്പൊ തന്നെ അപ്പയമ്മേനൊക്കെ വിളിച്ചു, ആ, ദേ ഞാൻ വായിച്ചതാണ്. ആ, അത് ശരി. അങ്ങനെയായിരുന്നു ഫസ്റ്റ് എത്തത്. അതിൻ്റെ അത് പേരും ഉണ്ടായില്ല, വേറൊന്നുമല്ല. ആ, ആ ഫിലിമിന് ഒരു 3-4 ഡേയ്സ് മുന്നേ ആയിരുന്നു, മിക്സിന് കയറുന്നതിന് മുന്നേ ആയിരുന്നു വായിച്ചത്. ഓക്കെ. ക്രെഡിറ്റ്സ് ഒക്കെ ഓൾറെഡി അത് അവര് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒരു അതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അതെ പക്ഷെ എന്നാലും അതൊരു ആദ്യത്തെ സിനിമയാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചത് വല്ലാത്ത അതെ അതെ നഷ്ടമാണ്. അതെ പക്ഷെ എന്നാലെന്താ. കുഴപ്പമില്ല, അതെ അതിന്ന് ബിൽഡായി വന്നല്ലോ. അതെ അതെ അതെ, ശരി ശരി. ഇപ്പം ഏകദേശം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ അതെ അതെ അത് ഭയങ്കര രസമാണ് കേട്ടോ. അതെ അതിങ്ങനെ താങ്ക് എടുത്ത് യു. നിൽക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണ്. അതാ പോർഷൻ ഒന്ന് വായിക്കാമോ? ഷുവർ ഷുവർ. ഉം.
വാവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ പോർഷൻ. അപ്പൊ ഡയറക്റ്റ് കേൾക്കാൻ പറ്റിയപ്പോ ഭയങ്കര സന്തോഷായിട്ടാ. നല്ല നല്ല രസമായിട്ട്. ഇതൊക്കെ അവര് തരുന്ന ഒരു നോട്ട്സ് അങ്ങനെയാണോ? ഓൾമോസ്റ്റ് അവരായിരിക്കും തരുന്നത് നോട്ട്സ് കംപ്ലീറ്റ് നോട്ട്സ്. അവരൊരു ഡമ്മി വായിച്ചിട്ടുണ്ടാവും. ചില പോർഷൻസ് മാത്രം അവരൊരു ഐഡിയ തരും, ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഇങ്ങനെ ഒരു ഇമോഷൻ ആണ് അവിടെ വേണ്ടത്, അപ്പം അതിലെന്തെങ്കിലും ഓൾമോസ്റ്റ്. പക്ഷെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ് എന്താണ് ഏത് സെക്ഷൻ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്താൽ അതെ അതെ. എസ്പെഷ്യലി ഇപ്പൊ ലാസ്റ്റ് വായിച്ച ആ പോർഷനിലെ അതാണ് ഏറ്റവും കൂടുതൽ റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഫസ്റ്റത്തെ ഇതും അതിനേലും കുറച്ചും കൂടെ ഇത് വന്നത് ആ പൃഥ്വിരാജിന്റെ എൻട്രിയും മാസ് എൻട്രി സംഭവം. അപ്പൊ അതാണ് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് കണക്ട് ആയത്. എന്റെ പോയിന്റ്. പക്ഷെ അത് വായിച്ച ആളിവിടെ ഇരിക്കുകയാണ്. വില്ലിംഗ്ടൺ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞൊരു ബാൻഡ് ഉണ്ട് നിങ്ങൾക്ക്. എത്ര പേരുണ്ട് ബാൻഡില്? ഞങ്ങള് 6 members ആണ്. 6 members. അതൊരു വില്ലിംഗ്ടൺ പ്ലേസ് ആയതുകൊണ്ടാണ്, അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു പേരിട്ടത്. പേര് അത് തന്നെ. ഇപ്പൊ തൈക്കുടം ബ്രിഡ്ജ് എന്നൊക്കെ പറയണ പോലെ. അതെ അതെ, അത് പറയണ പോലെ തന്നെ. ഇപ്പൊ അവിടെ നിന്ന് എന്താ പറയാ, ഞങ്ങള് ഗ്യാദർ ചെയ്യുന്ന സ്ഥലമുണ്ട് തൊമ്പടിയിൽ. അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ ചായകുടിയും പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഫോൺ ചെയ്ത് ഞങ്ങളിങ്ങനെ ഓരോ മ്യൂസിഷ്യൻസ് ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ വന്നപ്പോ ഓരോരുത്തരും ഓരോ പേര് സജസ്റ്റ് ചെയ്തു. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ആവുന്നില്ല. പക്ഷെ ഇങ്ങനെ നോക്കി വരുമ്പോ പാലം, മറ്റേ നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ പാലം ഇല്ല, നമ്മൾ കൊച്ചിയിലേക്ക് വരുന്ന അത് കണ്ടു. അങ്ങനെ പെട്ടെന്ന് ആ ഒരു അത് ഇട്ടാലോ, വെല്ലിംഗ്ടൺ ഐലൻഡ് ആ സ്ഥലവും അടുത്ത് തന്നെ. അപ്പൊ എന്തുകൊണ്ട് അത് ഇട്ടുകൂടാന്നുള്ളൊരു ഇതെല്ലാവർക്കും വന്നു. അപ്പൊ അങ്ങനെ അത് ഇട്ട് ട്രേഡ് മാർക്ക് ആയി. ഇപ്പം ട്രേഡ് മാർക്ക് ആയില്ലേ? നൈസ്. അങ്ങനെ അപ്പൊ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യമുണ്ട് ആണല്ലേ? പബ്ലിക്കും ഇതും കോർപ്പറേറ്റ്സ് ആണ് കൂടുതൽ, കോർപ്പറേറ്റ് ഷോ ആണ് കൂടുതൽ വരുന്നത്. ഇപ്പൊ ഡെബ്യൂ ആയിട്ട് കയറുന്ന സിംഗേഴ്സ്, ആർട്ടിസ്റ്റുകള്, അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട്, സിനിമ എന്ന ഫീൽഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് കുറച്ച് ടാസ്ക്കാണ്. കാരണം ബാക്ക് ടു ബാക്ക് വർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു വേറെ ഇപ്പോൾ പറഞ്ഞ പോലെ ഷോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വരണം. പക്ഷെ സിനിമയിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിനിമയിൽ തന്നെ സ്റ്റിക്ക്. ഇപ്പൊ എന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടും എൻജോയ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഷോസും ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അതുപോലെ തന്നെ രണ്ടിനും രണ്ട് ക്വാളിറ്റിയാണ്. ലൈവിലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു എനർജി സംഭവം എല്ലാം. ഇപ്പൊ നമ്മുടെ ലീഡ് സിംഗർ ആനന്ദ് ശ്രീരാജ് എന്നുണ്ട്, എമ്പുരാനെ പാടിയേക്കുന്നവന്. അത് അത്യാവശ്യം ഹിറ്റായിരുന്നു റീസെന്റ്. അത് പാടിയേക്കുന്നു ആനന്ദ് ശ്രീരാജ്. അവനാണ് നമ്മുടെ ഫ്രണ്ട് മാൻ. അപ്പൊ അവന്റെ ഒരു എനർജി സംഭവം നമ്മളെല്ലാവരിലേക്ക് എത്തുമ്പം ഒരു വേറൊരു സാധനമാണ്. ഈ സാധനം നമ്മുടെ അടിപൊളി. അഞ്ചു പേര് വേറെ, മൊത്തത്തിൽ 6 പേരാണുള്ളത്. അതെ, സോനു, എൽബിൻ, അരുൺ, രാഹുൽ എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങളപ്പോ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈവ് എന്ന് പറഞ്ഞ ഒരു എനർജി വേറെയാണ്. അതേസമയം റെക്കോർഡിംഗ് വൈസിൽ വരുമ്പം നമുക്ക് കുറെ കൂടെ എന്താ പറയാ, നമ്മളെ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്കൊരു കുറെ കൂടെ തെളിയാനായിട്ട്, അതായത് ഇപ്പം ടോൺ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓരോ മെലഡീസ് ആണെങ്കിലും നമ്മൾ കുറെ കൂടെ റിഫൈൻ ആവുന്ന ഒരു സ്റ്റുഡിയോയിൽ വരുമ്പോഴാണ്. ശരി ശരി. അപ്പൊ ആ ഒരു പ്രോസസ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു മാസത്തില് ഷോ എത്ര വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഒരു മാസം സീസൺ ഒക്കെ ഉണ്ടോ ശരിക്കും ഷോസ്? ശരി. ഇപ്പൊ കോർപ്പറേറ്റ്സ് അല്ലാണ്ട് പബ്ലിക്കിന് അങ്ങനെ പ്രശ്നമില്ല. പബ്ലിക് ഷോന് അങ്ങനെ കോർപ്പറേറ്റ് ഷോയും പിന്നെ വെഡിങ്സ്, അങ്ങനെ പ്രീമിയം വെഡിങ്സ്, മറ്റേ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ഇല്ലേ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പബ്ലിക്കും ചെയ്യുന്നുണ്ട്, വെഡിങ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട്. ഓക്കെ. സീസൺ ഏത് സീസൺ ഏറ്റവും കൂടുതൽ? സീസൺ എന്ന് പറഞ്ഞാല് അത് ഡിപ്പെൻസ്. ഇതിന്റെ ഒരു സീസൺ അല്ലേ ശരിക്കും? ഇപ്പൊ വെഡിങ് സീസൺ ആണ്. ഇപ്പം ഇനിയിപ്പം 2 മാസം ഓഫ് സീസൺ ആയിരിക്കും. ഓക്കെ. ഓഫ് സീസൺ വരുമ്പോ എന്ത് ചെയ്യും? ഓഫ് സീസൺ വരുമ്പോ നമ്മള് ബാലൻസ്ഡ് ആണല്ലോ, അതാണ് റെക്കോർഡിങ് ഏതെങ്കിലും. അപ്പം ഇത് രണ്ടും ബാലൻസ്ഡ് ആണ്, കുഴപ്പമില്ല. ശരി. ഒരാളുടെ കൂടെ, ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി അത്രയും സ്വപ്നം കണ്ടോണ്ടിരിക്കുന്ന ആളാരായിരിക്കും? സ്വപ്നം കണ്ടിട്ട് സാക്ഷാത്കരിച്ചു ആക്ച്വലി സോനു നിഗം. ഓക്കെ, സോനു നിഗം സാറിന്റെ ഒരു പാട്ടില് പ്ലേ ചെയ്യാനൊരു ഇത് കിട്ടി. പഞ്ചാബി ലാംഗ്വേജിലാണ് പാട്ട്. അപ്പൊ അതില് പ്ലേ ചെയ്യാൻ പറ്റി. കൊറേ പഞ്ചാബി പടങ്ങള് വായിച്ചായിരുന്നു ഇപ്പൊ നിലവില്. അതായത് പുള്ളി അവിടെ ഓൺലൈൻ വരും, എന്നിട്ട് നമ്മളിവിടുന്ന്
പ്ലേ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയോ? മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു ആഗ്രഹമാണ്. അറ്റ്ലീസ്റ്റ് പ്ലേ ചെയ്തല്ലോ, അതന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അതൊക്കെ ഒരു ഡ്രീം ആയിരുന്നു ഒരു സമയത്ത്. ഇത് പഠിച്ചു തുടങ്ങുമ്പം ഇവരുടെയൊക്കെ ഒരു പാട്ടിന് വായിക്കാം. പിന്നെ ദാസേട്ടന്റെ ഒരു പാട്ടില് വായിക്കാൻ പറ്റി. തരങ്ങിണിയുടെ ഒരു പാട്ടില് വായിച്ചു. ഒരു ആൽബം സോങ് ആണ്, പക്ഷെ അതില് വായിക്കാൻ പറ്റി. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫ്ലോ ടെസ്റ്റിനെ സംബന്ധിച്ച് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അതൊരു ഹാപ്പിനെസ് ആണ്. അല്ലെങ്കിൽ ആളെ മീറ്റ് ചെയ്യുന്നു, ഏറ്റവും ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്തായിരിക്കും ഒരു ഫ്ലോ ടെസ്റ്റിനെ സംബന്ധിച്ച്? മെയിൻലി ഇതുപോലെ ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുക, ഇതേപോലെ ഒരു നല്ലൊരു വായിക്കാൻ അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ്, അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ എന്നെ സംബന്ധിച്ച് അതും അതിനോടൊപ്പം തന്നെ തിയേറ്ററിൽ നമ്മളവിടെ പോയിരുന്നത് നമ്മൾ ലൈവായിട്ട് കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീല് വേണം. ഇത് പ്രോസസ് അവർ അത്യാവശ്യം ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ആ ഒരു സ്റ്റുഡിയോന്ന് വായിച്ചു വരുമ്പോൾ ഉള്ളൊരു സാധനമല്ല ഇത്. ഔട്ട് വരുമ്പോ കുറെ കൂടെ മാറ്റും, അടിപൊളിയായിരിക്കും. ഇത് സാധനം നമ്മള് തിയേറ്ററിൽ നിന്നാണ് നമ്മൾ ഇത് കാണുന്നത്. അതെ. പിന്നെ ആ ഒരു ഇതെല്ലാവരിലേക്കും കണക്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് ഇപ്പം പറഞ്ഞില്ലായിരുന്നു സത്യം. അപ്പൊ അത് ഇങ്ങനെ റീൽസിൽ, മെയിൻലി റീൽസിൽ ഇങ്ങനെ വരുമ്പം എല്ലാം ഓരോ റീൽസിലും നമ്മുടെ ഇത് വരുമ്പോൾ ഞാൻ ഇനി കുറച്ച് ഫോട്ടോസ് കാണിക്കാമേ. അത് കാണുമ്പോഴത്തേക്ക് എന്താണ് മനസ്സിലേക്ക് വരുന്നതെന്ന് പറയാം. ഓക്കെ, സുബിന്റെ പ്രൊഫൈലിലെ ഫോട്ടോ തന്നെയാണ് ഇത്. ലാലേട്ടന്റെ കൂടെയുള്ള ഒരു മൊമെന്റ്. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ലാലേട്ടന്റെ മുന്നിൽ വലിയൊരു വേദിയിൽ ഭാഗമാകാൻ ദൈവം അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു ആ ഒരു ലാലേട്ടന്റെ മീറ്റ് ചെയ്യണമെന്നാണ് ഇതുവരെ സാധിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഇങ്ങനെ കണ്ടെന്നല്ലാണ്ട് അയ്യോടാ, അപ്പൊ എത്രയും പെട്ടെന്ന് പറ്റട്ടേട്ടാ. അപ്പം അത് ഇതുപോലെ ജെയ്ക്സ് ബിജോയ് ചേട്ടൻ, ജെയ്സേട്ടന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം കിങ് ഓഫ് കൊത്ത അങ്ങനെ കുറെ സിനിമകളുണ്ട്, ഇപ്പൊ ചട്ടമ്പി വരെ എത്തി നിൽക്കുന്ന. ചേട്ടൻ്റെ കൂടെ അത്യാവശ്യം വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം ചേട്ടന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, KD വിൻസെന്റ് എന്നുണ്ട്. പണ്ട് തൊട്ടേ വിൻസെന്റ് ചേട്ടൻ എല്ലാവരുടെയും കോർഡിനേറ്റർ, ഇപ്പം ഫിലിംസിന്റെ ഒക്കെ മിക്ക ഫിലിംസിന്റെ കോർഡിനേറ്റർ KD വിൻസെന്റ് ചേട്ടന്. അപ്പം ചേട്ടനോട് ചേട്ടന്റെ മോനും ഉണ്ട്, രണ്ടുപേരും ഈ ഒരു ഫീൽഡിലാണ്, വിൻസെന്റ്. അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ മാറി മാറി, ഇവരാണ് മെയിൻലി ഇപ്പൊ അങ്കിത് മേനോന്റെ ആണെങ്കിലും ഇവരുടെ നമ്മളെ വിളിക്കുന്നത്, ഇന്നതുപോലെ ഒരു സെഷൻ ഉണ്ട്, ഇന്ന ഇതിലേക്ക് വന്നു എന്നൊക്കെ പറയും. ഈ കോർഡിനേറ്റർ ആയിരിക്കും നമ്മളെ വിളിക്കുക അല്ലേ? അതെ, ഇവരാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചു, ഇങ്ങനെ തുടരും ഒരു ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ ആണ്. അപ്പൊ അത് വന്ന് പ്ലേ ചെയ്യാ, ഒരു ലാലേട്ടന്റെ മുമ്പിൽ ആ ഒരു BGMs ഫുള്ള് എക്സാക്ട്ലി ഒരു സെന്റിമെന്റൽ ഒരു BGM ഉണ്ട്. ലാലേട്ടൻ വീഴുന്ന. അപ്പൊ ആ ഒരു പോർഷൻ ലൈവിൽ എങ്ങനെ സൗണ്ട് ചെയ്യുന്നുള്ളൊരു സംഭവം. അപ്പൊ അതിൻ്റെ അകത്ത് വയലിൻസ്, വലിയൊരു ഓർക്കസ്ട്ര പോലെ, അതും സിംഗേഴ്സ് ഉണ്ട്, അനില രാജീവ് അതിൻ്റെ അകത്ത് മെയിൻ പാടി, പുള്ളിക്കാരിയും അതിൻ്റെ അകത്ത്. അപ്പൊ ഇവരുടെയൊക്കെ ഒപ്പം എന്നത് ലൈവിൽ പ്ലേ ചെയ്യാൻ പറ്റി, അതും ലാലേട്ടന്റെ ഫ്രണ്ടില് ജെയ്സേട്ടൻ കണ്ടക്ട് ചെയ്ത. അപ്പൊ അന്ന് ലാലേട്ടനെ കണ്ടില്ലേ? അന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ലാലേട്ടൻ ആ ഒരു കുറെ ഇതൊക്കെ കഴിഞ്ഞപ്പം പോയി. അപ്പോഴും നേരിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അശ്യോ, അപ്പൊ എന്തായാലും ഉടനെ നേരിട്ട് കാണാൻ പറ്റും, എന്തായാലും പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ഫോട്ടോ കാണിക്കാമേ. യെസ്, ചിത്ര ചേച്ചിയുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണ്. നിങ്ങള് ഗ്യാങ് മൊത്തം ഉണ്ടോ? ഇത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. കൈലാസന്റെ ഒരു സ്റ്റുഡിയോ, കോട്സ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ എളമക്കരയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു റീസെന്റ്. അപ്പൊ അതിന്റെ ഇനോഗ്രേഷന് ചിത്ര ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നാൾക്ക് ശേഷം കണ്ട്. ഓക്കെ, ഈ ഷോസ് ഒക്കെ ചെയ്യുമ്പോഴേ ആക്ച്വലി നിങ്ങൾ ഇപ്പം സ്റ്റേജിൽ നിന്ന് ഷോ ചെയ്യുമ്പോൾ ആൾക്കാരെന്തൊരു റെസ്പോൺസ് ഉണ്ടല്ലോ, ഭയങ്കര അവരിതിനൊപ്പം നിന്ന്. അപ്പോൾ ശരിക്കും ലൈഫിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടോ? ഇപ്പൊ ആനന്ദം എന്ന് പറഞ്ഞില്ല, നമ്മളിപ്പോ എൻ്റെ ഒരു സെഷൻ ഉണ്ട്, മറ്റേ നരനില, മറ്റേ ഫ്ലൂട്ട് പോർഷൻ ഇല്ലേ, നരനില ആദ്യത്തെ ഒരു. ഓഹോ, നരൻ അതാണോ അതിന്റെ തുടക്കം? ഞാൻ ജസ്റ്റ് അപ്പൊ ഇങ്ങനെ ഓരോ ബിറ്റ്സ് വായിച്ച് ആൾക്കാരുടെ മനസ്സിലുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതും ഇതിനു മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും.
ഓക്കെ. ഫിലിംസിൽ വായിച്ച ആളാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ പ്ലേ ചെയ്യുമ്പോ ആൾക്കാരൊരു അക്സെപ്റ്റൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. കയ്യടിയും ഓക്കെ. വർക്ക് കൂടുതൽ എവിടുന്ന വരും? ഇവിടെ കേരളത്തിൽ നിന്നാണോ അത് പുറത്തൊക്കെ ചെയ്യാറുണ്ടോ? കേരളത്തിൽ മാത്രമാണ്. ഞാൻ പഞ്ചാബി ഫിലിംസ് കുറച്ച്, പിന്നെ ഹിഷാം അബ്ദുൾ വഹാബ് ഹിഷാമിക്കയുടെ കുറച്ച് കന്നഡ തെലുങ്കു മൂവീസിൽ ഇപ്പൊ ഖുഷി എന്ന് പറഞ്ഞിട്ട് അതിൽ പ്ലേ ചെയ്തായിരുന്നു. ആഗ്രഹം എന്താ ശരിക്കും? മെയിൻ ആഗ്രഹം എന്താ? ഒരു ഫ്ലോട്ടിസ്റ്റ് ആണ്, സോ എന്താണ് മെയിൻ ആഗ്രഹം? ശരിക്കും വാഴ 2യുടെ ഈ ഒരു സംഭവം ഇങ്ങനെ ക്ലിക്ക് ആവും അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരിലേക്ക് എത്തുന്നു വിചാരിച്ചിരുന്നു സുബിൻ? വാഴ 2 എനിക്ക് ഉറപ്പായിരുന്നു. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, ഓൾറെഡി നിൽക്കുന്നുണ്ട്. വാഴ 1 വായിച്ചപ്പോ ഞാൻ ഓർത്തില്ല അത്. വാഴ 1 വായിച്ചപ്പോ അങ്ങനെ ഒരു ഒരിക്കലും അല്ല, വേറൊന്നുമല്ല, എത്രമാത്രം ഇതാവും ഉറപ്പായിരിക്കും. പക്ഷെ നമ്മള് വായിച്ച ആ ഒരു പോർഷനും കേറുമോ എന്നുള്ളത്. പിന്നെ സെക്കൻഡ് ഈ ട്യൂൺ കേട്ടപ്പോ തന്നെ മറ്റേതും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പൊ ഞാൻ പർവതീഷിന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ തന്നെ, ഇത് ക്ലിക്ക് ആവുക കേട്ടോ, ഉറപ്പാണ്, ഈ ട്യൂൺ അടിപൊളിയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോഴും ആ പാട്ട്, ആ പടം വരുമ്പം ഫസ്റ്റ് ഈ ട്യൂണും നമുക്ക് പാട്ടും സുരേഷ് ചേട്ടൻ അതുപോലെ പാടി വെച്ചേക്കണേ. ജോണർ ടൈപ്പ് ഒക്കെ വേറെ ലീഗാണ്. ഫ്ലോട്ടിസ്റ്റ് ആണ്, അതുപോലെ സാക്സോഫോൺ കഴിക്കുന്നുണ്ട്. ഇനി വേറൊരു ഇൻസ്ട്രുമെന്റ്, ഡ്രംസ് ഓൾറെഡി കുറച്ച് നാൾ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഇനി പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിൻഡ് ഇൻസ്ട്രുമെന്റ്സിൽ തന്നെ ആഗ്രഹമുള്ളൂ. എനിക്ക് അതിന്റെ അപ്പുറത്തോട്ട് പോകണ്ട. അതിൽ തന്നെ കുറെ ഇതുണ്ട്, ബ്രാസ്, അതായത് ഇപ്പൊ ഈ സാക്സോഫോൺ ഇതെന്ന് പറയുന്നത് ട്രംപറ്റ് ഫാമിലിയിൽ തന്നെ ഉള്ള. അപ്പൊ അതൊക്കെ കുറച്ച് ആഡ് ഓൺ ചെയ്ത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അങ്ങോട്ട് പോവാന്ന്. വേറെ ചെറുതായിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇറക്കിയിട്ടില്ല, അതിന്റെ പരിപാടി ചെയ്തോണ്ടിരിക്കുന്നു. അതിന്റെ ഒരു സിംഗിൾസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള പണിപ്പുരയിലാണ്. ഇപ്പൊ ഒരുപാട് ഫ്ലൂട്ടുകൾ കൊണ്ടുവന്നിട്ടില്ലേ? അപ്പൊ ഓരോന്നിനും ഓരോ പേര് അങ്ങനെയാണോ? ഓരോ സ്കെയിൽസ് ആണ്. ഓരോ സ്കെയിൽസ് ആണ്, ഓരോ ഫ്ലൂട്ടും ഓരോ സ്കെയിൽസ് ആണ്. ശരിക്കും റെക്കോർഡിങ്ങിന് മുമ്പ് എന്റെ ഇതേപോലത്തെ ഒരു ബോക്സ് അല്ലാണ്ട് വലിയ ബോക്സ് വേറെ ഉണ്ട്. മീൻസ് നമുക്ക് ഈ റെക്കോർഡിങ്ങിന് മുമ്പം ഇവര് ഏതൊക്കെയാണ്, മീൻസ് ഏത് സീൻസ് ആണ്, ആ സീൻസിന് ഓരോ സ്കെയിൽസ് ആയിരിക്കും. നമുക്ക് ഒരെണ്ണം മാത്രമായിട്ട് കൊണ്ടുപോകാൻ. അതല്ല, നമ്മുടെയൊക്കെ മനസ്സില് ഫ്ലൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കില് ആ ഒരു സാധനം ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സാധനമാണ്. അതൊന്ന് വായിച്ചു തരാൻ പറ്റോ? ഓക്കെ, നൈസ്. ഇനി എൻ്റെ അവസാനത്തെ ഒരു പാട്ടും കൂടെ, വെണ്ണില ചന്ദനക്കിണ്ണം.
അമ്മേ ഇത് രസമൊക്കെ അപ്പൊ പള്ളിച്ചട്ടമ്പി വരെ സിനിമ എത്തി നിൽക്കുകയാണ്. അപ്പൊ അതിൽ ഇതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വായിച്ചെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിലെ പാട്ടിലെ ഒരു ഇതാണല്ലേ വായിക്കാൻ പോണേ. പാട്ടിലെ ഏത് പോർഷനാ? ടുവേർഡ്സ് ലാസ്റ്റ് ഒരു കോറസ് പോർഷൻ ഉണ്ട്. ശരി ശരി ശരി. ആ നൈസ്. ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഷോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു വലിയ ബാൻഡ് ഉണ്ട്. ആക്ച്വലി അത് അത്യാവശ്യം അടിപൊളി. എനിക്ക് ഷോസ് കണ്ട് ഭയങ്കര ഇഷ്ടമായി. എനർജറ്റിക് ബാൻഡാണ്. അപ്പോൾ ആ ഒരു ഇത് കാണാനുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഷോസ് ചെയ്യാനും അതുപോലെ തന്നെ സിനിമയിൽ ഇനി വാഴ 2 പോലെ തന്നെ ഒരുപാട് ഇപ്പോൾ പള്ളിച്ചട്ടമ്പി വരെ എത്തി നിൽക്കണു. അപ്പോൾ ഒരുപാട് സിനിമകളിലും ചെയ്യാനായിട്ട് പറ്റട്ടെ. ഒത്തിരി സന്തോഷം സുബിൻ. താങ്ക് യു സോ മച്ച്.